ഐസ് ഓർ നോട്ട്? എല്ലാവർക്കും സംശയമില്ലേ, ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഐസാണോ വെക്കേണ്ടത് അതോ വെക്കാതിരിക്കണോ എന്നുള്ളത്. കാരണം പലവരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ആസ് എ ഫിസിയോ. ഓക്കെ, ബട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു അക്യൂട്ട് ഇഞ്ചുറി, ആംഗിൾ സ്പ്രെയിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഇഞ്ചുറി സംഭവിച്ച ഒരു ആംഗിളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന റെസ്പോൺസാണ് ഇൻഫ്ലമേഷൻ. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇൻഫ്ലമേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ മാക്രോഫേജസ്, WBC, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ എൻട്രി ഉണ്ടാകുന്നുണ്ട് ടു ഫങ്ഷൻ അവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ IGF-1 ഫാക്ടർ, അതായത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ഒരു കൈൻഡ് ഓഫ് ഹോർമോൺ ലൈക്ക് ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ടു പ്രൊമോട്ട് ടിഷ്യൂ ഗ്രോത്ത്. അതായത് ബോൺ, കാർട്ടിലേജ്, മസിൽസിൻ്റെ ടിഷ്യൂ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ഓഫ് കോഴ്സ് ടിഷ്യൂ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഹീലിംഗ് ഫാസ്റ്റർ ആവില്ലേ. സോ വെൻ യു ആർ അപ്ലൈങ് ഐസ്, ഡെഫിനറ്റ്ലി ദിസ് ഇൻഫ്ലമേഷൻ ഇസ് റെഡ്യൂസിങ്, ദാറ്റ് വിൽ ഡിലേസ് യുവർ ഹീലിംഗ് പ്രോസസ്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, അതായത് സിവിയർ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ഐസ് അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം 24 hours ടു റിഡ്യൂസ് ദ സ്വെല്ലിംഗ്, ബിക്കോസ് സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഐസ് ഓർ നോട്ട്? എല്ലാവർക്കും സംശയമില്ലേ, ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഐസാണോ വെക്കേണ്ടത് അതോ വെക്കാതിരിക്കണോ എന്നുള്ളത്. കാരണം പലവരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ആസ് എ ഫിസിയോ. ഓക്കെ, ബട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു അക്യൂട്ട് ഇഞ്ചുറി, ആംഗിൾ സ്പ്രെയിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഇഞ്ചുറി സംഭവിച്ച ഒരു ആംഗിളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന റെസ്പോൺസാണ് ഇൻഫ്ലമേഷൻ. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇൻഫ്ലമേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ മാക്രോഫേജസ്, WBC, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ എൻട്രി ഉണ്ടാകുന്നുണ്ട് ടു ഫങ്ഷൻ അവർ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ IGF-1 ഫാക്ടർ, അതായത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ഒരു കൈൻഡ് ഓഫ് ഹോർമോൺ ലൈക്ക് ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ടു പ്രൊമോട്ട് ടിഷ്യൂ ഗ്രോത്ത്. അതായത് ബോൺ, കാർട്ടിലേജ്, മസിൽസിൻ്റെ ടിഷ്യൂ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ഓഫ് കോഴ്സ് ടിഷ്യൂ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഹീലിംഗ് ഫാസ്റ്റർ ആവില്ലേ. സോ വെൻ യു ആർ അപ്ലൈങ് ഐസ്, ഡെഫിനറ്റ്ലി ദിസ് ഇൻഫ്ലമേഷൻ ഇസ് റെഡ്യൂസിങ്, ദാറ്റ് വിൽ ഡിലേസ് യുവർ ഹീലിംഗ് പ്രോസസ്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, അതായത് സിവിയർ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ഐസ് അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം 24 hours ടു റിഡ്യൂസ് ദ സ്വെല്ലിംഗ്, ബിക്കോസ് സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോൾ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും.